അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നല്ലൊരു മന്തി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ. വീട്ടിൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് മന്തി ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇത് പെരുന്നാൾക്ക് എടുത്ത വീഡിയോ ആണ്. എന്തായാലും ഇപ്പോഴാണ് നമുക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ ചാനലിൽ. അപ്പോൾ ഇത് എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ 1.5 കിലോ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇത് വൈറ്റ് റൈസാണ്. ഇതിൻ്റെ ഗോൾഡൻ കളർ ഉള്ളതുകൊണ്ട് മന്തി ഉണ്ടാക്കാൻ വൈറ്റ് റൈസാണ് ഒന്നും കൂടെ നല്ലത്. ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് കേട്ടോ. അരി വാങ്ങുമ്പോൾ നല്ല അരി തന്നെ നോക്കി വാങ്ങാൻ നോക്കുക. ആദ്യം തന്നെ ഈ അരി വെള്ളത്തിൽ കുതിർത്ത് വെക്കണം കേട്ടോ. അതിനായിട്ട് നമുക്ക് വെള്ളം പാർന്നു കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ അധികം വെള്ളം നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം പാർന്നു കൊടുക്കാൻ. അരി വേവിക്കുന്ന സമയത്ത് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം വാർത്ത് വെക്കണം. പിന്നെ ഒരു ചെമ്പിലേക്ക് 2 കിലോ ചിക്കൻ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തുള്ളത്. അത്യാവശ്യം വലിയ വലുപ്പം കേട്ടോ. അപ്പോൾ ഈ ഒരു ചെമ്പിലാണ് നമ്മൾ മന്തി ഉണ്ടാക്കാൻ പോണത്. ഇനി ഇതിലേക്ക് ഒരു 10 ഗ്രാമോളം പട്ട ഇട്ട് കൊടുക്കാം. പിന്നെ ഏകദേശം ഒരു 30ഓളം ഗ്രാമ്പു ഉണ്ടാവും, അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്ര തന്നെ ഏലക്കായും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്ര തന്നെ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് പെട്ടെന്നൊന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഉപ്പ് ചേർക്കണില്ല. ഈ മാഗി ക്യൂബിൽ തന്നെ ഉപ്പുണ്ടാവും. അപ്പോൾ നോക്കിയിട്ട് വേണം, ഇത് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു നുള്ള് റെഡ് കളറ് കുറച്ച് വെള്ളത്തിൽ കളർക്കെടുത്താണ്. ചിക്കനും ചോറിനൊക്കെ കുറച്ചൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇത് ചെറിയൊരു സ്പൈസിക്ക് വേണ്ടിയിട്ട് ചേർക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഉണക്കനാരയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഇതെല്ലാം പാടെ കൂടിയിട്ട് നന്നായിട്ടാണ് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടാണ് മിക്സ് ചെയ്യണം കേട്ടോ. ആ മാഗിയൊക്കെ നമ്മൾ പൊടിച്ചിട്ടല്ലോ, അത് നന്നായിട്ട് ഇതിലേക്ക് അലിഞ്ഞ് ചേരണം. അപ്പോൾ നന്നായിട്ട് എത്രത്തോളം മിക്സ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ച് തിരക്കാളുണ്ടായിരുന്നു. പല തിരക്ക്. ഇതിനിടയ്ക്ക് ജോലിക്ക് പോകണമല്ലോ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് തിരക്കാളുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്നുള്ളത് ഇതിൻ്റെ മുന്നൊരു വീഡിയോ ഇട്ടിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇതേപോലെ ഇടയ്ക്കൊക്കെ നല്ല വീഡിയോകൾ ഇട്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം കേട്ടോ. ആ സപ്പോർട്ട് നിങ്ങൾ തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്നവർ ലൈക്കെങ്കിലും എന്തായാലും ചെയ്യുക കേട്ടോ. ഫോളോ ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും ഫോളോയും ചെയ്യുക. ഇപ്പോൾ കണ്ടില്ലേ, മസാലയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കണ്ടോ. ഈ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടണം കേട്ടോ. ഇനി ഇത് അടച്ചു വെച്ചിട്ടേ ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റിന് വെക്കാം. ആ മസാല ഒക്കെ ഒന്ന് അതിലേക്കൊന്ന് പിടിച്ചോട്ടെ. അതിൽ കൂടുതൽ വെക്കണമെന്ന് നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ അരി വേവിച്ചെടുക്കുന്നുണ്ട്. അരി നമ്മളൊരു അരമണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് ഇട്ടിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ചോറൊരു പകുതിയോളം വെന്തിട്ടുണ്ട്. അതിലേക്കൊരു 3-4 പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 6-7 ഗ്രാമ്പു അത്ര തന്നെ ഏലക്കായി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം നമ്മൾ വെച്ചപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്താണ്. അപ്പോൾ ഉപ്പിട്ടുന്നത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ചോറൊരു പകുതിയോളം വെന്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ടേ നമുക്കിത് ഒരു 90% ഒന്ന് വേവിച്ചെടുക്കാം. നല്ല വെന്ത് പോരുത് കേട്ടോ. അപ്പോൾ ചോറ് സ്മൂത്തായി കിട്ടാൻ ഇതിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നാരങ്ങാനീരോ ഒറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ചോറ് ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റിയിട്ട് വെള്ളം വാർത്ത് വെക്കണം. വെള്ളം നന്നായിട്ട് വാർന്ന് വരണം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു പാത്രത്തിൽ വേണം ചോറ് ഊറ്റി വെക്കാൻ. ഇനി സ്റ്റവ് കത്തിച്ചതിന് ശേഷം നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് അടുപ്പിൽ കയറ്റി വെക്കുക. അതിലേക്കൊരു 250 മില്ലിയോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കരുതുണ്ടാവും ഇത്ര കൂടുതൽ ഓയിൽ എന്തിനാണെന്നുള്ളത്. അത് ചോറിലേക്കും ചിക്കനും കൂടി ഉള്ളതാണ്. ആ മിക്സ് ഇത് വരുമ്പോൾ അത് നമുക്ക് പാകത്തിന് കിട്ടും കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ മസാലയൊക്കെ നല്ല പിടിച്ചുകൊണ്ട് ആ എണ്ണയിലൊന്നും വല്ലാതെ ആവില്ല. ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15-20 മിനിറ്റ് അത് വേവിച്ചെടുക്കുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടി പിടിക്കും. അപ്പോൾ ഇത് ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. നല്ല സ്മെല്ല്, ആ മന്തിയുടെ ഒരു സ്മെല്ലുണ്ടല്ലോ, അത് ഇപ്പം തന്നെ നമുക്ക് കിട്ടും. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 20 മിനിറ്റോളം നമുക്കൊന്ന് വേവിച്ചെടുക്കാം അല്ലേ. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി വേണ്ടത് തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ആദ്യം ഊറ്റി വെച്ച റൈസ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഇട്ട് കൊടുക്കുക. റൈസ് ഇതേപോലെ മൊത്തത്തിലാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ മൊത്തം റൈസ് നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്നും കൊണ്ട് പരത്തിയിട്ട് കൊടുക്കുക. പിന്നെ വേണ്ട ഒരു 4 പച്ചമുളക് ഇതിലേക്ക് ഇതേപോലെ കുത്തി കൊടുക്കുന്നുണ്ട്.
പിന്നെ റൈസിനൊരു സ്മോക്ക് സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു കനൽ ഇതേപോലെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പുക വരും. അപ്പോൾ പുക വരുമ്പോൾ തന്നെ ഇതിൻ്റെ അടപ്പ് കൊണ്ട് നന്നായിട്ടുണ്ട് അടച്ചു വെക്കുക. ഇതേപോലെ പുക വന്നില്ലേ കണ്ട, ഇതേപോലെ ഉണ്ട് അടച്ചു വെക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ ഇതേപോലെ എന്തെങ്കിലും ഒരു കനം ഉള്ള വസ്തു കയറ്റി വെക്കുക. ആ പുക സ്മെല്ല് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ തീ നമ്മൾ ആദ്യം തന്നെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊരു 5 മിനിറ്റ് കൂടി ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഇത് തുറന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ തന്നെ നല്ല സ്മെല്ലായിട്ടാണ് വരുന്നത്. ഇനി പാത്രം നമുക്ക് എടുത്ത് ഒഴിവാക്കാം. ഇനി ഇതിലെ റൈസ് മാത്രം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതുപോലെ ചോറ് മാത്രമായിട്ട് നമുക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഏകദേശം ചോറ് മൊത്തത്തിൽ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൽ ചിക്കനും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ചിക്കൻ മാത്രമായിട്ട് മാറ്റണം കേട്ടോ. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും പരമാവധി പെടാത്ത രീതിയിൽ ചിക്കൻ മാത്രമായിട്ട് മാറ്റി കൊടുക്കുക. അപ്പോൾ മുഴുവനായിട്ടും ചിക്കൻ നമ്മൾ മാറ്റി ഇതിന്. ഇനി നമ്മൾ മാറ്റി വെച്ച റൈസ് വീണ്ടും ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് നന്നായിട്ടുണ്ട് മിക്സ് ചെയ്യുക. അത് റൈസ് ഒന്നും ഉടഞ്ഞു പോകാത്ത രീതിയിൽ ആദ്യം ഒന്ന് ഇതേപോലെ ഒന്ന് അടിയിൽ നിന്ന് ഇങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടുണ്ട് മിക്സ് ആവണം കേട്ടോ. ആ ഓയിലും കാര്യങ്ങളൊക്കെ ചോറിലേക്ക് നന്നായിട്ട് മിക്സ് ആവണം. അതിൽ ആ നാരങ്ങ എടുത്ത് ഒഴിവാക്കണ്ടേ. ചോറ് ഉടഞ്ഞു പോകാതിരിക്കാൻ ഇതേപോലെ ചെമ്പെടുത്തിട്ട് ഇതേപോലെ ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. എല്ലാ ഭാഗവും ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കുടഞ്ഞു വിട്ടാൽ അടിയിലത്തെ ആ ഇൻഗ്രീഡിയൻസൊക്കെ മുകളിലേക്ക് വന്ന് ചോറ് നന്നായിട്ട് മിക്സ് ആവും. ഇപ്പോൾ നന്നായിട്ട് നമ്മളെ മന്തി റൈസ് മിക്സ് ആയിട്ടുണ്ട് കണ്ടില്ലേ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലാട്ടോ. ഇനി നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ വീട്ടിൽ നമുക്ക് പെട്ടെന്ന് മന്തി ഉണ്ടാക്കാൻ രീതിയിലാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ രീതിയിലുള്ള ടേസ്റ്റ് തന്നെയാണ് ഈ മന്തിക്കും. അപ്പോൾ ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഞാനത് വെറുതെ പറയല്ല, നിങ്ങളൊന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അടിപൊളിയാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ഒന്ന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.